കിന്നാരത്തുമ്പികളുടെ പേര് തന്നെ കിന്നാരത്തുമ്പി എന്നല്ല ആദ്യം ഇട്ടത്. അതിനെ കൊല്ലാൻ എൻ്റെ കൊച്ചിനെ ഞാൻ കൊല്ലില്ല എന്നൊരു അതെ അതെ. പക്ഷേ പുള്ളിക്ക് അതിനകത്ത് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതെ, നമ്മളിങ്ങനൊരു ചിത്രത്തിൻ്റെ ആളായിട്ട് കുടുംബം മൊത്തം അറിയുകയും ചെയ്തു. അതെ അതെ അതെ. ഇപ്പോഴും ഫാമിലിയിലൊക്കെ നമ്മുടെ ഒരു വെർഷൻ അവരങ്ങനെയാണ് ഇപ്പോഴും കണ്ടേക്കുന്നത്. ഇദ്ദേഹം ചെയ്ത സിനിമ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരുന്നുവെങ്കിൽ നല്ല കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറിപ്പോയി. വസ്ത്രധാരണത്തിലായാലും ആ ഒരു നോട്ടത്തിലായാലും ആ ഒരു നടപ്പിലായാലും ഭാവത്തിലായാലും ഇതെല്ലാം ഉണർത്തിയെടുക്കുന്ന ഒരു രീതിയിലുള്ളൊരു അതായത് ഭരതൻ സാറിൻ്റെ വേറെ രീതിയിലുള്ളൊരു അതുപോലെ. പക്ഷേ മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നു പോയി. പുള്ളിയുടെ ജീവിതം, പുള്ളി ഉണ്ടാക്കിയെടുത്തൊരു കരിയർ. മലയാള സിനിമാ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് 2000 പുറത്തിറങ്ങിയ കിന്നാരത്തുമ്പികൾ എന്ന ഷക്കീല ചിത്രം, ആ ചിത്രം ഇറങ്ങിയത് മുതൽ തന്നെ വിവാദങ്ങളുടെയും ഒരു സിനിമയായിരുന്നു. ആ ചിത്രത്തിൻ്റെ സംവിധായകൻ ആയ ശ്രീ RJ പ്രസാദിൻ്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ശ്രീ S അജയഘോഷാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. തീർച്ചയായിട്ടും ഒരുപക്ഷെ മലയാള സിനിമാ ചരിത്രത്തിൽ എന്ന് വേണ്ട, മലയാള സമൂഹത്തിൽ തന്നെ ചിരപരിചിതമായ അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു സിനിമയാണ് കിന്നാരത്തുമ്പികൾ. പലരും ഒരുപക്ഷെ അത് കണ്ടിട്ടുണ്ടാവില്ല, പക്ഷേ സിനിമ എല്ലാവർക്കും അറിയാം. ആ സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു വികാരം ഉണ്ടാവുകയും ചെയ്യും. അത് സമൂഹം അറിയുന്നതും ആ രീതിയിലാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അന്ന് ആ സിനിമയുമായി ബന്ധപ്പെട്ട് താങ്കളുടെ അടുത്ത ബന്ധുവാണ് ശ്രീ RJ പ്രസാദ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു കഥയാണ്, കഥ, തിരക്കഥ, സംഭാഷണ, സംവിധാനം എല്ലാം ശ്രീ RJ പ്രസാദാണ്. അപ്പോൾ തീർച്ചയായിട്ടും താങ്കൾ അതിൽ ഒട്ടി നിന്നു, ആ സിനിമയുടെ കൂടെ ഉണ്ടായിരുന്നു. താങ്കളുടെ നിന്ന് ഒരുപാട് പണം നഷ്ടപ്പെടുകയും ചെയ്തു, അതിന് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ട് ആ പണം തിരിച്ചു കിട്ടില്ല എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ആ സിനിമയുമായി ബന്ധപ്പെട്ട് ശ്രീ RJ പ്രസാദ് ആഗ്രഹിച്ച രീതിയിലല്ല ആ സിനിമ വന്നതെന്നൊക്കെ ഉള്ളൊരു ചർച്ച പൊതുസമൂഹത്തിലുണ്ട്. താങ്കൾക്ക് ആ സിനിമയുമായി, ശ്രീ അജയഘോഷ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോഴുള്ള കിന്നാരത്തുമ്പികളുടെ ഒരു നേർചിത്രം, അത് സമൂഹത്തിന് വേണ്ടി. അതായത് RJ പ്രസാദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന നല്ലൊരു കഥയാണ്. അദ്ദേഹം സ്വന്തമായി എഴുതി ഉണ്ടാക്കിയ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കിട്ടിയ ഒരു കഥയാണ്. അപ്പോൾ അതൊരിക്കലും പുള്ളി ഇന്ന് മലയാള സിനിമയിൽ കാണുന്ന രീതിയിലുള്ള ചിത്രമല്ല പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നു. പുള്ളി ഭരതൻ ടച്ച് പിക്ചർ പോലെ അങ്ങനെ ഉണ്ടാകുന്നൊരു സീക്വൻസിലേക്ക് കൊണ്ടുവന്നിട്ട് വളരെ മനോഹരമായ നാടൻ ശൈലി ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു പടമാണ് അത്. പക്ഷേ യാദർച്ഛികമായിട്ട് കിന്നാരത്തുമ്പികളുടെ പേര് തന്നെ കിന്നാരത്തുമ്പി എന്നല്ല ആദ്യം ഇട്ടത്. അതിൻ്റെ പേര് അമ്മാനക്കുന്നിലെ കിന്നാരത്തുമ്പികൾ എന്ന്. അവസാനം ഇതിൻ്റെ ചർച്ചകളിലും കാര്യങ്ങളിലൊക്കെ കുറച്ച് നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും ഒക്കെ മാത്രമായിരുന്നു. പുളിമൂട്ടിന് താഴെ ഒരു ഷോപ്പിൽ വെച്ചാണ് ഈ കഥ പറച്ചിലും വർഷങ്ങളോളം എടുത്താണ് ഈ സിനിമ പുള്ളി ഇങ്ങനെ ഈ രീതിയിലേക്ക് കൊണ്ടുവന്നത്. പുള്ളിയുടെ ഒരുപാട് കഷ്ടപ്പാടുകളാണ് അതിനകത്തുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കഥ എഴുതി. അപ്പോൾ ഇതിൻ്റെ ഒരു തിരക്കഥ എഴുതാൻ വേണ്ടി നമ്മുടെ ആര്യനാട് പേപ്പാറ ഡാമിലൊരു IB എടുത്തു. അന്നൊക്കെ ഞാൻ ചേട്ടാന്നാണ് വിളിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ മാമൻ്റെ മകനാണ്. അപ്പോൾ ചേട്ടാന്നാണ് വിളിക്കുന്നത്. പക്ഷേ അത്രയും അടുത്തൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ, ആ ഒരു ബന്ധമാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ പോകാറുണ്ട്, പുള്ളിക്കൊണ്ട് ആവശ്യ സാധനങ്ങൾ കൊടുക്കാറുണ്ട്. പുള്ളി ഒരു 40-45 ദിവസം അവിടെ കിടന്നാണ് ഈ തിരക്കഥയുടെ രൂപമെല്ലാം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഇതിനെ പ്രൊഡ്യൂസറെ വേണം. അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെയൊക്കെ പുള്ളി കഷ്ടപ്പെട്ട് നോക്കി, ഒന്നും കിട്ടിയില്ല. അങ്ങനെ പുള്ളിയുടെ വീട്ടിൻ്റെ നേരെ ഫ്രണ്ടിലുള്ള ഒരു സലീമൊക്കെ എന്ന് പറയും, നല്ലൊരു മനുഷ്യനാണ്, ഒരു സജീറും അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു. അപ്പോൾ അവരൊക്കെ ഇന്നത്തെ പോലെ മലയാള ഇൻഡസ്ട്രിയിൽ അത്രത്തോളം അതിരുവരമ്പുകളൊന്നുമില്ല. നമുക്ക് അത്യാവശ്യം നമ്മുടെ ഒരു സംവിധാനം വെച്ചിട്ടൊക്കെ ചിത്രീകരിക്കാം. അതൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമൊന്നും അല്ല പ്ലാൻ ചെയ്തത്, അല്ല, ഒരു സാധാരണ ഒരു ചിത്രമാണ് പ്ലാൻ. അപ്പം ചിത്രാഞ്ജലി സ്റ്റുഡിയോയുടെ പാക്കേജ് ഉണ്ട്, അതിലുൾപ്പെടുത്തി ഒരു ചെറിയൊരു സിനിമ, ഒരു 2 മണിക്കൂറുള്ളൊരു സിനിമയായിട്ടാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞു, പ്രൊഡ്യൂസേഴ്സിനെ തിരക്കി നടന്നു, കിട്ടിയില്ല. അങ്ങനെ സലീമൊക്കെ പുള്ളി മരണപ്പെട്ടു പോയി. സൗദിയിൽ വെച്ച് മരണപ്പെട്ടെന്നാണ് ഇടയ്ക്ക് അറിഞ്ഞത്. പുള്ളിയുടെ സഹായത്തോടു കൂടിയൊക്കെ എല്ലാവരുടെയും, കുറച്ച് പേരുടെയൊക്കെ എല്ലാവരുടെയും സഹായങ്ങളുണ്ട്. അങ്ങനെ പൊന്മുടിയിലാണ് ലൊക്കേഷൻ, കളത്തിൽ കുര്യൻ്റെ ടീ എസ്റ്റേറ്റിലാണ്. പെർമിഷനൊക്കെ മേടിച്ചു, അവിടെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങി. നമ്മുടെ നടൻ സലീം ഉണ്ടായിരുന്നു അതിനകത്ത്, പിന്നെ നമ്മുടെ കലാഭവൻ ഷാജോൺ അതിനകത്ത്. ഒരുപക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ചിലർക്കെങ്കിലും അതൊന്നും അറിയില്ലായിരിക്കും, അത്രത്തോളം അറിയില്ലായിരിക്കും. കാരണം ഈ തലമുറ അത്രത്തോളം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതിനകത്ത് സലീം കുമാർ, ഇന്ന് സലീം കുമാറിൻ്റെ ലെവൽ വേറെയാണ്. കലാഭവൻ ഷാജോൺ, ഇന്ന് ഷാജോണിൻ്റെ ലെവല് ഒരു പടി ഒത്തിരി മേലെയാണ്. അപ്പോൾ അവരൊക്കെ ആ ചിത്രത്തിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഷൂട്ടിങ്ങോ പ്രവർത്തനങ്ങളോ ഒന്നും
ഈ ആർ ജെ പ്രസാദിൻ്റെ ലൊക്കേഷനിൽ നടന്നിട്ടില്ല. ഇല്ല. അതാണ് എൻ്റെ ഹൈലൈറ്റ്. അതായത് അമ്മാന കുന്നിലെ അല്ലേ, അമ്മാനക്കുന്നിലെ കിന്നാരത്തുമ്പികൾ എന്ന വളരെ സാത്വികമായ ഒരു കഥയിൽ നിന്നും ഒരു ഇക്കിളി കഥയായ കിന്നാരത്തുമ്പികളിലേക്ക് എങ്ങനെ ചുരുങ്ങി വന്നു? അത് ഇതിനകത്ത് ഉടനീളം സാമ്പത്തിക പ്രശ്നങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. അത് കഴിഞ്ഞ് പക്ഷേ എല്ലാവരുടെയും സഹായം, ഞാനും അതിനകത്ത് കുറേ ട്രാവൽ ഏജൻസികൾ, വണ്ടികൾ, ഇതൊക്കെ എനിക്കന്ന് 20 വയസ്സേ ഉള്ളൂ. അപ്പം അച്ഛനറിയാതെ അമ്മയറിയാതെയൊക്കെയാണ് ഇതൊക്കെ ചെയ്തത്. പഠിക്കുന്ന പ്രായത്തിൽ. ആ സമയത്ത് ഈ ഞാൻ പറഞ്ഞു വിട്ട വണ്ടിക്കാരെല്ലാം എൻ്റെ വീട്ടിൽ കാശിന് വന്നിട്ട്. അതെ, അമ്മയും അച്ഛനും കൂടെ കടം തീർത്തു. പക്ഷേ ഇവരാരും ഈ സിനിമ 45 ദിവസം കൊണ്ട് ലൊക്കേഷന് പാക്കപ്പായി ചിത്രാഞ്ജലി സ്റ്റുഡിയോ പോയതിന് ശേഷം പിന്നെ നമ്മളുമായിട്ട് ഏതൊരു കണക്ഷനും ബന്ധമില്ലാതെ വന്നു. കാര്യം അവരെ പിന്നെ വേറെ ലെവലിലോട്ട് പിന്നെ ഇതിൻ്റെ സെയിലും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ എങ്ങനെ പോയി. അപ്പോൾ ഞാൻ പിന്നെ പ്രസാദേട്ടൻ പറഞ്ഞറിഞ്ഞെന്ന് പറഞ്ഞാൽ മറ്റ് രീതിയിൽ ഇതിനകത്ത് എന്തെങ്കിലും ഒരു മസാലകൾ ചേർത്ത് അതായത് ഇത് വാങ്ങാൻ ആളില്ലായിരിക്കുന്ന ഒരു സമയം ഉണ്ടായി. പക്ഷെ അങ്ങനെയൊക്കെ ഇവർ ചിന്തിച്ചപ്പോഴും പ്രസാദേട്ടൻ അതിൽ നിന്നൊക്കെ അങ്ങ് മാറി. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ ഈ ചിത്രീകരണമൊക്കെ ഒരു പൂർത്തിയായതിനു ശേഷം ഇതിനകത്ത് വേറെ ഇക്കിളി ഭാഗങ്ങൾ വേണമെന്ന ഒരു ചിന്ത ഇതിൻ്റെ നിർമ്മാതാക്കൾക്കടക്കം വന്നപ്പോഴത്തേക്കും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും അവർക്കാണ് വന്നത്. നിർമ്മാതാക്കളെയൊക്കെ കൂടുതൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനാണ് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നിർമ്മാതാക്കൾക്ക് അവർ കാശ് മുടക്കി സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇദ്ദേഹം അതിനകത്ത് മാനസികമായിട്ട് സിനിമയുമായും മാറി നിന്നു. അകന്നു നിന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും അതിനെ കൊല്ലാൻ, എൻ്റെ കൊച്ചിനെ ഞാൻ കൊല്ലില്ല എന്നൊരു വാദം. അതെ. പക്ഷേ പുള്ളിക്ക് അതിനകത്ത് മാനസികമായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതെ, ഒരുപാട് പ്രയാസം. പിന്നെ സിനിമ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു കോംപ്രമൈസാണ്. അവസാനം എത്ര ചെയ്താലും പണം മുടക്കുന്നവൻ്റെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട് അതിനകത്തുണ്ട്. പക്ഷേ അങ്ങനെ പുള്ളി മാറി നിന്നു. ബാക്കി നടന്ന സംഭവമൊന്നും എനിക്കും ആർ ജെ പ്രസാദിനും അറിയില്ല. ഇങ്ങനെയാണ്. പിന്നെ അവസാനം നമ്മുടെ തിരുവനന്തപുരം തിയേറ്ററിൽ റിലീസിൻ്റെ അന്നാണ് ഈ ബാക്കി കഥകൾ എല്ലാം കാണുന്നത്. അപ്പോൾ അത് ശരിക്കും ഈ സിനിമ ഇദ്ദേഹം നിർമ്മിച്ചു കൊടുത്തൊരു സിനിമയുണ്ട്, ആർ ജെ പ്രസാദ് നിർമ്മിച്ചു കൊടുത്തൊരു സിനിമയുണ്ട്. താങ്കളും അതിനകത്ത് പൂർണ്ണമായിട്ടുണ്ടായിരുന്ന ആളാണ്. ആ സിനിമയിൽ നിന്നും ഇതൊരു തിയേറ്റർ വെർഷനിലേക്ക് വന്നപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായൊരു ഫീലിംഗ് അദ്ദേഹം താങ്കളുമായി പങ്കുവെച്ചത് എങ്ങനെയാണ്? മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തളർന്നു പോയി. പുള്ളിയുടെ ജീവിതം, പുള്ളി ഉണ്ടാക്കിയെടുത്തൊരു കരിയർ, പുള്ളി മലയാള ഇൻഡസ്ട്രിയിലൊക്കെ തിരക്കിലായിരുന്നു. ലാൽ സാറിൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ, വേണുദാസാലിയുടെ സാറിൻ്റെ ക്യാമറ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാമറ വർക്ക് ചെയ്തിട്ടുണ്ട്, ലാൽ സാറിൻ്റെ കൂടെ പുള്ളി വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇതൊന്നും പുറലോകം അറിയുന്നില്ല. പുള്ളിക്ക് പുറത്തുനിന്നുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ ഒരു മോശം പേരിലോട്ടാണ്. പക്ഷേ പുള്ളിക്ക് മനസ്സപ്പോഴും പുള്ളി ശരിക്കും കരയുകയായിരുന്നു. ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാത്വികമായിട്ടാണ് നിർമ്മിച്ചതെന്നുള്ളൊരു തല ആരും അറിയുന്നില്ല. തിയേറ്ററിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഇക്കിളി സിനിമയായി മാറി. സമൂഹത്തിൽ പ്രശ്നം, വീട്ടുകാർക്കിടയിൽ പ്രശ്നം. സമൂഹത്തെക്കാളും കൂടുതൽ ഭയക്കേണ്ടത് വീട്ടുകാരെയാണ്. തീർച്ചയായിട്ടും. നമുക്കൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. നമ്മളൊന്നും അറിയാത്ത നമ്മൾ വരെ നാട്ടിൽ നിന്ന് മാറിപ്പോകേണ്ട ഒരു. താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഇതിനകത്ത് കുറേ പൈസയ്ക്ക് കടക്കാരനായി, ബാധ്യതക്കാരനായി മാറി. ഫാദറും മദറും അത് കൊടുക്കേണ്ട ഗതികേട് വന്നു. അവസാനം അവരുടെ മുമ്പിലും കുറ്റക്കാരനായി. പിന്നെ നമ്മൾ ഇങ്ങനൊരു ചിത്രത്തിൻ്റെ ആളായിട്ട് കുടുംബം മൊത്തം അറിയുകയും ചെയ്തു. അതെ. ഇപ്പോഴും ഫാമിലിയിലൊക്കെ നമ്മുടെ ഒരു വെർഷൻ അവരങ്ങനെയാണ് ഇപ്പോഴും കണ്ടേക്കണത്. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞൊരു 7 വർഷം മുമ്പ് ഞാൻ സ്വന്തമായിട്ട് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. അത് എസ് കെ പൊറ്റക്കാടിൻ്റെ പ്രേമശിക്ഷ എന്ന് പറഞ്ഞ നോവലിന് മാണിക്യം, അത് പ്രസാദേട്ടൻ്റെ ആ ഒരു മാനസികാവസ്ഥ ഒന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. അത് പ്രസാദേട്ടൻ തന്നെയാണോ അതിൻ്റെ ഡയറക്ഷൻ? ബാക്കിയെല്ലാം കഥയും അതിൻ്റെ കഥ എസ് കെയുടേത്, തിരക്കഥയും ബാക്കിയുള്ള കാര്യങ്ങൾ ഡയറക്ഷനും എല്ലാം പുള്ളി തന്നെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ക്യാമറ മാത്രം വേറെ ആളാണ് ചെയ്തത്. അതെ, സിനിമയിൽ നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ വേണ്ടത്ര രീതിയിൽ ഓടിയില്ല. ജനാർദ്ദൻ ചേട്ടനുണ്ടായിരുന്നു, ഇന്ദ്രൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വേണ്ടപ്പെട്ട നല്ല ആർട്ടിസ്റ്റുകളൊക്കെ വെച്ചിട്ട് നല്ല ഒരു ട്രഡീഷണൽ പിക്ചർ പോലെ. ഞാൻ ഒരു സംശയം ചോദിക്കാം. അപ്പോൾ സിനിമ എന്തായാലും എൻ്റെ ഒരു നല്ല ഒരു വശമൊക്കെ ഉണ്ട്. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്, ഒരു വ്യവസായമാണല്ലോ. നല്ലൊരു കച്ചവടമാണത്. നല്ലൊരു കച്ചവടമാണ്. കാരണം ഒരു മുതൽ മുടക്കിയിട്ട് വട്ടോനിട്ട് വാള പിടിക്കുക എന്ന് പറയുന്ന രീതിയിൽ ഒരു മുതൽ മുടക്കിയിട്ട് വലിയ തുക തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ ചിന്തിക്കാത്തതിൻ്റെ അപ്പുറത്തൊരു എമൗണ്ട് റിട്ടേൺ കിട്ടാവുന്ന നല്ലൊരു ഇൻഡസ്ട്രിയാണ് സിനിമ. സ്വാഭാവികമായിട്ടും നമുക്ക് ഈ കച്ചവട സിനിമയിലേക്ക് വരുമ്പോൾ എപ്പോഴും നമുക്ക് അതിൻ്റെ സാത്വിക ഭാവത്തിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ആ നിർമ്മാതാക്കളെ സംബന്ധിച്ചും അവർക്ക് ലാഭം കിട്ടണം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിനകത്തുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ സംബന്ധിച്ചും കിട്ടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും
അന്ന് ആ സിനിമ ഇറങ്ങിയത്, ആ സിനിമ മലയാള ഇൻഡസ്ട്രിയുടെ ചരിത്രം മാറ്റിക്കുറിച്ചാണ്. ഒരു ചെറിയ മുതൽ മുടക്കിൽ എനിക്ക് തോന്നുന്നു 12 ലക്ഷം ചിലവാക്കി 6 കോടി 6 കോടിയോളം കളക്ട് ചെയ്തൊരു സിനിമയാണ്. 2000-ലെ 6 കോടി നമ്മൾ ചിന്തിക്കണം. 2000-ലെ 6 കോടി 60 മതിയോ? 2000-ലെ 6 കോടി മൂല്യം വെച്ച് കൂട്ടുമ്പോൾ ഇന്നത്തെ 60 കോടി പോരാ. അത്രയും ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ 100 കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അത്രയും ശേഷി അല്ലെങ്കിൽ അത്രയും മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തതാണത്. എനിക്ക് തോന്നുന്നു മറ്റേ എന്താണ് ഈ നരസിംഹം, ആ സമയത്താണ് നരസിംഹം, മോഹൻലാലിൻ്റെ നരസിംഹം, അത്രയും വലിയൊരു സിനിമ ഇറങ്ങിയിട്ട് ആ സിനിമയേക്കാൾ കൂടുതൽ ക്യൂ കിന്നാരത്തുമ്പികൾ കാണാനായിരുന്നു. അപ്പോൾ അവരുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്തതിൽ, നിർമ്മാതാവും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടറും ചെയ്തതിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? അതല്ല, പക്ഷേ ഈ ഇദ്ദേഹം ചെയ്ത സിനിമ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരുന്നുവെങ്കിൽ നല്ല കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറിപ്പോയി. ഇദ്ദേഹം ഷൂട്ട് ചെയ്ത കുറേ നല്ല ഭാഗങ്ങൾ കട്ട് ചെയ്ത്, പക്ഷേ ഇതിനേക്കാളും വിജയിക്കുമായിരുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് അങ്ങനെ തോന്നാനുള്ളൊരു കാരണം എന്താണ്? ആ തോന്നാനെന്ന് പറഞ്ഞാൽ, ഞാൻ ആ സിനിമയുടെ ഒരു തിരക്കഥ വായിച്ച ഒരാളാണ്. അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വിശാലമായി പറഞ്ഞു തന്നൊരു കഥയാണ്. അതൊരു നല്ലൊരു ജെനുവൻ പക്ഷേ നമ്മളൊരു സിനിമ ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ സിനിമ സമൂഹം ചിന്തിക്കുന്ന അവർക്കൊരു മാർക്കറ്റിംഗ് കണ്ണിലൂടെ അവർ കാണുകയുള്ളൂ. ഇന്നായിരുന്നുവെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ആ ഒരു സംവിധാനം വിജയിക്കില്ലായിരുന്നു, ഇന്നത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട്. പക്ഷേ അന്ന് ജനങ്ങളുടെ ഇടയിൽ നാനയും മുത്തുച്ചിപ്പിയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് ഇത്തരം രീതിയിലുള്ള ഒരു സാധനം വന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചുകൂടെ അന്ന് സമൂഹത്തിൽ ഒരു പക്ഷേ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലോ ഒക്കെ വെച്ചാൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഒരു നാടിൻ്റെ ഒരു സെക്ഷുവൽ കൺസെപ്റ്റ് വേറെയാണ്. ഏതെങ്കിലും രീതിയിൽ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മൊത്തത്തിൽ എന്താണ് സമൂഹത്തിൽ പല കാര്യങ്ങളും എല്ലാം വിസിബിളാണ്. 90% നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങിയാൽ തന്നെ പല കാര്യങ്ങളും വേണമെന്നില്ല, സമൂഹത്തിലേക്ക് നോക്കിയാൽ റോഡിലിറങ്ങിയാൽ മതി. അന്നത്തെ സിനിമാ പോസ്റ്ററിൽ ഉള്ള കാര്യങ്ങൾ പലതും ഇന്ന് വിസിബിളാണ്. ഇന്ന് ആളുകളത് മൈൻഡ് ചെയ്യാത്ത അവസ്ഥയിലെത്തി. പക്ഷേ ആ ഒരു കാലഘട്ടം വെച്ച് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെയൊക്കെ ഒരു സെക്ഷൽ പരാജയമുണ്ട്, അല്ലെങ്കിൽ എന്താണ് സെക്ഷൽ ദാരിദ്ര്യം എന്നൊക്കെ പറയാം. ആ ഒരു സംഭവങ്ങളൊക്കെ സമർത്ഥമായി ചൂഷണം ചെയ്തു, മാർക്കറ്റിംഗ് ചെയ്തു. അതല്ലേ യാഥാർത്ഥ്യം? അതെ. പക്ഷേ അതിനകത്ത് ഈ ഉടനീളം ഈ പറഞ്ഞ ഒരു വസ്ത്രധാരണത്തിലായാലും ആ ഒരു നോട്ടത്തിലായാലും ആ ഒരു നടപ്പിലായാലും ഭാവത്തിലായാലും ഇതെല്ലാം ഉണർത്തിയെടുക്കുന്ന ഒരു രീതിയിലുള്ളൊരു, അതായത് ഭരതൻ സാറിൻ്റെ വേറെ രീതിയിലുള്ളൊരു അതുപോലെ. പക്ഷേ അതിനകത്ത് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഒരു സംവിധാനം വന്നപ്പോഴാണ് നമുക്ക് സമൂഹത്തിന്, എനിക്ക് തോന്നുന്നു ഈ ഷക്കീല എന്ന് പറയുന്ന നടി, ഒരുപക്ഷെ ഷക്കീല ഇന്നും അറിയപ്പെടുന്നത് കിന്നാരത്തുമ്പികൾ എന്ന ചിത്രത്തിൽ ഒറ്റ ചിത്രത്തിലൂടെയാണ്.